ദൈവമക്കളെ, ഏതാണ്ടൊരു 15 വർഷം മുമ്പ് ഞാനൊരു ദൈവാലയത്തിൽ കൺവെൻഷന് പ്രസംഗിക്കുകയാണ്. ദൈവാലയ മുറ്റത്ത് പന്തലിട്ട് സ്റ്റേജ് കെട്ടിയാണ് പ്രസംഗ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ തൊട്ടു പുറകിൽ ഒരു പബ്ലിക് റോഡാണ്. ആ റോഡിലൂടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ അന്ന് പ്രസംഗിച്ചത് മാനസാന്തരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. ദൈവമക്കളെ, ഞാൻ അന്ന് പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: നീ ഒരു മദ്യപാനിയായിരിക്കാം, ഒരു കൊടിയ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിൻ്റെ അടിമയായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു കുടുംബദോഷിയായിരിക്കാം, അതുമല്ലെങ്കിൽ നീ കള്ളനോ കൊലപാതകയോ ആയിരിക്കാം. ഈ ലോകത്തുള്ള നിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ വെറുത്തിട്ടുണ്ടാകാം. നിൻ്റെ പെറ്റമ്മ നിന്നെ വെറുത്ത് കാണും. നിനക്ക് ജന്മം നൽകിയ അപ്പൻ നിന്നെ വെറുത്ത് കാണും. ഒരുപക്ഷെ നിൻ്റെ കൂടപ്പുറപ്പുകളെല്ലാം നിന്നെ വെറുത്ത് കാണും. നിൻ്റെ ജീവിത പങ്കാളി നിന്നെ വെറുത്തിട്ടുണ്ട്. നീ ജന്മം കൊടുത്ത മക്കൾ നിന്നെ കൈപ്പോടെ കാണുന്നുണ്ടാകാം. ഇന്ന് നീ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആർക്കും വേണ്ടാത്ത ഒരാളായി നീ മാറി. ആരും നിന്നെ പരിഗണിക്കുന്നില്ല. എല്ലാവരും നിന്നെ കാണുമ്പോൾ വഴിമാറിപ്പോവുകയാണ്. നീ ഇന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതിനൊക്കെ കാരണം നിൻ്റെ പാപജീവിതമാണ്. നിനക്കാരുമില്ല എന്നൊരവസ്ഥയിൽ നീ ചങ്കുപൊട്ടി നിൽക്കുകയാണ്. ഈ നിമിഷത്തിൽ നിന്നെ ആരും കടാക്ഷിക്കാതെ വന്നപ്പോൾ, ആരും നിന്നെ പരിഗണിക്കാതെ വന്നപ്പോൾ, ആരും നിന്നെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ, നീ മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്രയം കണ്ടെത്തി നീ മുങ്ങി മുങ്ങി നശിക്കുകയാണ്. നിനക്കിടയ്ക്കിടെ സ്വയം കൊല്ലണമെന്ന് തോന്നുന്നുണ്ട്. ആത്മഹത്യാ ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞെ, ഈ രാത്രി നീ കേൾക്കണം. നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ട്. നിൻ്റെ പാപത്തെ ഏറ്റെടുത്ത ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി മരണത്തെ ഏറ്റെടുത്ത് മരണത്തെ തോൽപ്പിച്ച ഒരുവനുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായ യേശു, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു നിന്നെ സ്നേഹിക്കുന്നു. കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ആരെല്ലാം നിന്നെ വെറുത്താലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, സത്യമായിട്ടും നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഭവമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് എന്തോ ശക്തിയായി അടിക്കുന്നത് പോലെ പിഥി പിഥി എന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ആരോ അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഭയാനകമായ നിലവിളിയാണ്. ഈ ഉച്ചഭാഷണിയിലൂടെ ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തേക്കാൾ ഭീകരമായ നിലയിൽ ആരോ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് പ്രസംഗം പ്രിയപ്പെട്ടവരെ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. എൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. പിറകിൽ റോഡാണ്, വാഹനങ്ങൾ പായുകയാണ്. ആക്സിഡൻ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ നിലവിളിയാണ്. ഞാൻ പ്രസംഗം നിർത്തി അവിടെ ഇരുന്നവരോട് പറഞ്ഞു, ആരെങ്കിലും പെട്ടെന്ന് റോഡിലോട്ട് ഓടിച്ചെല്ലുക, അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്, എന്തോ ഭയാനകമായി നിലവിളി കേൾക്കുന്നുണ്ടല്ലോ. അവിടെ ഇരുന്ന് ആളുകൾ 5-10 പേര് റോഡിലേക്ക് ഓടി ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണ്? ഈ സ്റ്റേജിൻ്റെ തൊട്ട് പിന്നിൽ ഒരു ടെലിഫോൺ പോസ്റ്റിൽ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു മധ്യവയസ്കൻ, 45 വയസ്സ് കാണും. അവന് ഈ ടെലിഫോൺ പോസ്റ്റിലേക്ക് തല ഇടിച്ച് അലറി നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നെറ്റി പൊട്ടി ചോരധാരയായിട്ട് ഒഴുകുകയാണ്. അവൻ അലറി വിളിക്കുകയാണ്, ഇല്ല ഇല്ല ഇല്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളുകയില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളുകയില്ല, എന്നെ ആർക്കും സ്നേഹിക്കാൻ കഴിയുകയില്ല, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ചങ്കിൽ ഈ പ്രസംഗം കയറി. പ്രിയപ്പെട്ടവരെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് 1000 വട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ ചങ്കിനകത്ത് ദൈവസ്നേഹം കയറി. പ്രിയപ്പെട്ടവരെ, അവൻ നിലവിളിക്കുകയാണ്. അവനെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് അവൻ നിരൂപിച്ചിരുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെ പിടിച്ചു കുലുക്കുകയാണ്. അവൻ്റെ നിലവിളി അതിൽ നിന്ന് പുറപ്പെട്ടതാണ്. അവനെ ബലമായി പിടിച്ചു. അവൻ്റെ നെറ്റി നന്നായി പൊട്ടിയിട്ടുണ്ട്. അവനെ മുറ്റത്തേക്ക് കയറ്റി കൊണ്ടുവന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആളെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അവർ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ക്യാഷ്വാലിറ്റി ഡോക്ടർ പരിശോധിച്ചു. അവന് കാര്യമായ അപകടമൊന്നും പറ്റിയിട്ടില്ല. തൊലി പൊട്ടി ചോര ഒഴുകുന്നതാണ്. തല പലവട്ടം ഇടിച്ചതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഒബ്സർവേഷനിൽ അല്പനേരം കിടത്തി. ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അവനെ ക്ഷേമം അന്വേഷിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ഞാൻ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒരാണ്ട് കഴിഞ്ഞ് അതേ പള്ളിയിൽ, അതേ പന്തലിൽ, അതേ ശുശ്രൂഷയ്ക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കപ്പെട്ടു. ഞാൻ അവിടെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും മുന്നിലത്തെ കസേരയിൽ ഒരു വെള്ള ഷർട്ട് ഫുൾ സ്ലീവ് ഇട്ട് കോളർ ബട്ടൺ വരെ ഫിറ്റ് ചെയ്ത്, പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിൾ കയ്യിൽ ഒതുക്കി പിടിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കുടുംബവും ഒത്ത് വന്ന് ഇരിക്കുകയാണ്.
ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, മോനെ എനിക്കറിയില്ല, ആരാണെന്ന് മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം അച്ഛൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വേദിയുടെ പിന്നിൽ, സ്റ്റേജിൻ്റെ പിന്നിൽ തലയിടിച്ച് കരഞ്ഞ് നെറ്റി പൊട്ടിച്ച ഒരു ചെറുപ്പക്കാരനെ അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. ആ ആളാണ് ഞാൻ. അന്ന് രാത്രി ഞാൻ മാനസാന്തരപ്പെട്ടു. അന്ന് രാത്രി എൻ്റെ ചങ്കിനകത്ത് യേശു കയറി. അന്ന് രാത്രി ഞാൻ മദ്യപാനത്തോട് വിട പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ അപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ ഭാര്യയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ മക്കളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് രാത്രി ഞാൻ മാനസാന്തരപ്പെട്ടു. ഇന്നെൻ്റെ വീട് സ്വർഗമാണച്ചോ, ഇന്നെൻ്റെ വീട് സ്വർഗമാണ്. ദൈവ പൈതലെ, ഈ രാത്രി ദൈവവചനത്തിന് തണലിലിരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ പിടിയിലമർന്ന് വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട് അശുദ്ധിക്ക് വശംവദരായി പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ, സ്വർഗം നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് ഉത്തരവുമായി ഇറങ്ങി വരുവാൻ ഈ രാത്രി അവസരമുണ്ട്. നീ മാനസാന്തരപ്പെട്ടുകൊള്ളുക. ഹല്ലേലൂയ. അഹങ്കാരം വെടിയുക, നിഗളം വെടിയുക, മത്സരം വെടിയുക, നിൻ്റെ കുൽസിത തന്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. നിൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ നീ തിരുത്തുക. നിൻ്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ തൻ്റെ ചങ്കിലെ ചോരയാൽ നിൻ്റെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ കാൽവരി ക്രൂസിൽ യാഗമായി തീർന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ അനന്ത സ്നേഹം ഈ രാത്രി നിന്നെ നിർബന്ധിക്കുന്നു. കുഞ്ഞേ, ഈ സ്നേഹത്തിന് മുമ്പിൽ നീ കീഴടങ്ങുക. മാനസാന്തരപ്പെട്ടുകൊള്ളുക. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രി ഉത്തരം കിട്ടും. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ രോഗിയായി വന്നിരിക്കാം, നീ മനം തകർന്ന് ഇവിടെ വന്നിരിക്കാം, സാമ്പത്തിക ഭാരത്താൽ തകർന്ന് നീ ഇവിടെ വന്നിരിക്കാം, പോക്കുവഴികളില്ലാത്ത സാഹചര്യത്തിൽ നീ ഇവിടെ ഇരിക്കുകയാകാം, ജപ്തി നോട്ടീസ് നിൻ്റെ കയ്യിലുണ്ടാകാം, ഇനി ഇരുട്ടല്ലാതെ ഒന്നും നിൻ്റെ മുമ്പിലില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം, നീ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയും മുട്ടിയാകാം ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ രാത്രി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ നീ മാനസാന്തരപ്പെട്ടുകൊള്ളുക. നിശ്ചയമായും സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. ഇത് ദൈവീക വാഗ്ദാനമാണ് കുഞ്ഞെ. മാനസാന്തരപ്പെട്ടാൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും.